ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കാൻ പോകുന്നത് 2025 ജനുവരി 1 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 2025 എന്ന വർഷത്തെ ആദ്യം വരവേറ്റത് മധ്യ പസഫിക്കിലെ ചെറുദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയാണ്. ഓക്കെ, കിരിബാത്തി എന്ന് പറയുന്നത് ചെറുദ്വീപ് രാഷ്ട്രമാണ് 2025 എന്ന വർഷത്തെ ആദ്യം വരവേറ്റത്. അപ്പൊ ഈ കിരിബാത്തി എന്ന് പറയുന്ന ദ്വീപ് ക്രിസ്മസ് ദ്വീപ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ക്രിസ്മസ് ദ്വീപ് എന്ന് അറിയപ്പെടുന്ന ആ കിരിബാത്തിയാണ് 2025 വർഷത്തെ ആദ്യം വരവേറ്റത്. തൊട്ടു പിന്നാലെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരവും പുതുവർഷത്തെ വരവേറ്റു. അപ്പൊ ഇവിടെ കിരിബാത്തി എന്ന് പറയുന്ന ആ ഒരു ചെറുദ്വീപ് രാഷ്ട്രത്തെ കുറിച്ച് ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി ഈ 2025 എന്ന വർഷത്തിന്റെ നമ്മൾ എന്തൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു 2025 ആചരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. അപ്പൊ ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. ഇപ്പൊ 2025 എന്ന വർഷം ഈ ഒരു 4 രീതിയിൽ നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ISROന്റെ കാര്യമാണ്. ഇന്ത്യയുടെ സ്പെയ്ഡെക്സ് ദൗത്യം ഭ്രമണപഥത്തിൽ. അപ്പൊ ഈ ഒരു ദൗത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ISROയുടെ 99ാമത്തെ ദൗത്യമാണ്. അതുപോലെ തന്നെ 2024 ലാസ്റ്റിലത്തെ വിക്ഷേപണമാണ്. 2024 ഡിസംബർ 30 ഈ ഒരു വിക്ഷേപണം നടന്നത്. അപ്പം ഇന്ത്യയുടെ സ്പെയ്ഡെക്സ് ദൗത്യം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ബഹിരാകാശ നിലയം സ്ഥാപിക്കാനൊക്കെ സഹായകമാവുന്ന ഭാവി ദൗത്യങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. അപ്പൊ ഈ ഒരു ഇന്ത്യയുടെ സ്പെയ്ഡെക്സ് ദൗത്യം ഭ്രമണപഥത്തിൽ എത്തിച്ച ആ ഒരു വാഹനം PSLV C60 ആണ്. PSLV C60. ഓക്കെ, അപ്പൊ ഇത് ISROയുടെ 99ാമത്തെ ദൗത്യമാണെന്നുള്ളത് ഓർത്തു വെക്കാം. 2024 അവസാനത്തെ വിക്ഷേപണമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ISROയുടെ 99ാമത്തെ ദൗത്യം ഇതാണെങ്കിൽ ISROയുടെ 100ാമത്തെ ദൗത്യം വന്നിട്ടുണ്ട്. അതെന്താണ്? അത് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് അല്ലെ, നാവിഗേഷൻ ആണ്. NVS-02 ആണ്. നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02 ആണ്. അപ്പൊ ഇത് ISROയുടെ 100ാമത്തെ ദൗത്യമാണ്. ഇതിന്റെ വാഹനം GSLV ആണ്. ഓക്കെ, അപ്പൊ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1971 ഒക്ടോബർ 1 അല്ലെ. അപ്പം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1971 ഒക്ടോബർ 1 ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് പേര് വരുന്നത് എപ്പോഴാണ്? 2002 അതുവരെ അത് അറിയപ്പെട്ടത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു. ഇപ്പൊ 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് മാറ്റിയത്. ഓക്കെ, അപ്പൊ 100ാമത്തെ ദൗത്യം കൂടെ നമ്മൾ പറഞ്ഞു. നാവിഗേഷൻ ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ NVS-02 ആണ്. ഓക്കെ, GSLV ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ISROയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ത് വരുന്നു? ISROയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ 2ാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി, കുലശേഖരപട്ടണം. രണ്ടുപേരും ഓർത്തു വയ്ക്കാം അല്ലെ. തൂത്തുക്കുടി എന്ന് ഓർത്തു വയ്ക്കാം, കുലശേഖരപട്ടണം എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇത് ആദ്യ വിക്ഷേപണം നടക്കാൻ പോകുന്നത് 2027 ആദ്യ വിക്ഷേപണം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ആദ്യ വിക്ഷേപണം നടക്കുന്നൊക്കെ പറഞ്ഞത് ആരാണ്? കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പൊ ഈ ഒരു പേരും കൂടെ ഓർത്തു വെക്കാം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ആദ്യ കണ്ണാടിപ്പാലമാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടിപ്പാലമാണ്. അതെവിടെയാണ്? കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ പാറയ്ക്കും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യയുള്ള പാലമാണ്. അപ്പൊ വിവേകാനന്ദ പാറ തിരുവള്ളുവർ പ്രതിമ അതിനിടയിലുള്ള ആ ഒരു രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം. ഓക്കെ,
നെക്സ്റ്റ് സന്തോഷ് ട്രോഫി, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. സന്തോഷ് ട്രോഫി കിരീടം ആർക്കാണ്? പശ്ചിമ ബംഗാളിനാണ് കിട്ടിയത്. 33ാമത്തെ പശ്ചിമ ബംഗാളിന്റെ 33ാമത്തെ കിരീടമാണ്. പശ്ചിമ ബംഗാളിന്റെ 33ാമത്തെ കിരീടമാണ്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചത്. ഫൈനലിൽ തോൽപ്പിച്ചത് ആരാണ്? കേരളത്തെയാണ്. അപ്പൊ ഈ സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ആരാണ്? അത് പശ്ചിമ ബംഗാൾ തന്നെയാണ്. സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഓക്കെ, അപ്പൊ 2024, 25, അപ്പൊ 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് നടന്നത്. 78ാമത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് നടന്നത്. ഇതിന്റെ വേദി എവിടെയായിരുന്നു? ഹൈദരാബാദ് ആണ്. അപ്പം ആരാണ്? പശ്ചിമ ബംഗാളാണ് വിജയി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ബീഹാറിലാണ്. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ ബീഹാർ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സൈനിക അഭ്യാസം ഏതാണ്? സൂര്യകിരൺ അല്ലെ. ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസം സൂര്യകിരൺ ആണ്. 18ാമത്തെ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസം സൂര്യകിരൺ. വേദി എവിടെയാണ്? സൽജണ്ടി ആണ്. നേപ്പാളിലെ സൽജണ്ടിയിലാണ് സൈനിക അഭ്യാസം വേദി. നേപ്പാൾ സൽജണ്ടി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സന്തോഷ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ എത്രയാണ്? 33ാമത്തെ കിരീടമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലം നിലവിൽ വന്ന കന്യാകുമാരിയിലാണ്. നെക്സ്റ്റ് ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂത്തുക്കുടി കുലശേഖരപട്ടണം. ആദ്യ വിക്ഷേപണം നടക്കുന്നത് 2027 എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 2025 വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. ഓക്കെ, താങ്ക് യു.